ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. ചമ്മന്തി കൊണ്ടുള്ള മുട്ട ബജിയാണ്. അതിനായിട്ട് ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, പുതിനയില, ചപ്പ്, വെള്ളം, എന്നിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചമ്മന്തി നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഓരോ മുട്ട ഇതുപോലെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനായിട്ട് നമ്മളൊരു മാവ് കലക്കിയെടുക്കാം. അതിനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, കടലമാവ്, അരിപ്പൊടി, ചപ്പരിഞ്ഞത്, ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളം ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിക്കരുത്. കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാറായിട്ട്, അല്ലെങ്കിൽ മാവ് നന്നായിട്ട് ലൂസായി പോവും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ മാവിലൊന്ന് ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാനും മറക്കരുത്.